ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുധാസ് വേൾഡ്. ഇന്ന് ഞാൻ ഒരു കോവയ്ക്ക് വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കണം കേട്ടോ. ഇത് ഞാൻ കുറേ അന്വേഷിച്ച് നടക്കണം, പക്ഷേ എനിക്കിതിപ്പോഴാണ് കിട്ടിയത്. ഞാനിത് ബാംഗ്ലൂരിലുള്ളപ്പോൾ ബാംഗ്ലൂരിൽ ഒരു എന്താ പറയുക, ഒരു റിസപ്ഷന് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ അവരുടെ ഒരു മെനു ആയിട്ട് ഈ കോവയ്ക്ക അണ്ടിപ്പരിപ്പ് ഒരു ഫ്രൈ ഉണ്ടായിരുന്നു. ഇത് വളരെ ടേസ്റ്റായിരുന്നു. ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കണമെന്ന് ഞാനിങ്ങനെ കണ്ടുപിടിച്ച് അവസാനം ഇപ്പോഴാണ് അതെനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്നും നിങ്ങൾക്കും കാണിക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇന്ന് അതിന് പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇപ്പം ഞാൻ പാനിലേക്ക് ഇത്തിരി എണ്ണ ഒഴിക്കുകയാണ്. കണ്ടോളൂ, ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആദ്യം എന്താ ചെയ്യണം അറിയോ, ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കുക. ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കുക. ഒരുപാട് കരിയാനൊന്നും പാടില്ല, നല്ലൊരു ബ്രൗൺ നിറം. ഇപ്പോൾ ഇതായി കേട്ടോ. ഇങ്ങനെ നല്ലൊരു മുരിഞ്ഞ മാതിരി വന്നാൽ മതി കേട്ടോ. ഞാനിതിനെ ആദ്യമായിട്ട് വാങ്ങി വയ്ക്കാൻ പോകും. കരിയാൻ പാടില്ല, നല്ല മണം വരണം. അണ്ടിപ്പരിപ്പിൻ്റെ ഇതാ നല്ല തുടുത്ത മണം വരണം കേട്ടോ. ഞാനിതിനെ വാങ്ങണം. ഇതിലൊരു 12 എണ്ണം മെയിനായിട്ടുണ്ടാവും കേട്ടോ ഞാനെടുത്തത്. ഇനി ഇതിലേക്ക് എല്ലാം ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ആദ്യം ഞാൻ കടുകിടുകയാണ്. കടുകിട്ടു, കുറച്ച് ജീരകം ഇട്ടു. ഇത് രണ്ടും പൊട്ടി വരട്ടെ. കടുകും ജീരകവും പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില, കറിവേപ്പില പൊട്ടി വരുമ്പോൾ ഉഴുന്നപ്പരിപ്പ്, കടലപ്പരിപ്പ് കേട്ടോ. എനിക്ക് തോന്നുന്നു ലേശം കൂടെ എണ്ണ വേണോ, അപ്പം ഞാൻ ഇത്തിരിയും കൂടെ എണ്ണ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് നന്നായി ഇതെല്ലാം സോട്ട് ചെയ്യുക. കൂടെ തന്നെ ഒരു മണത്തിന് 2 കറിവേപ്പിലയല്ല, ചുവന്ന മുളക് ഇതും കൂടെ പൊട്ടിയിട്ട് നല്ലോണം ഇതൊന്ന് വഴണ്ട്. ഇപ്പം ഞാൻ ഒരു 6-7 വെളുത്തുള്ളി ചതച്ചത് അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. കൂടെ തന്നെ ഒരു ഉള്ളി, ഒരു മീഡിയം സൈസ് ഉള്ളി കേട്ടോ. ഇതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് നല്ല മണം വരണ വരെ വഴറ്റുക കേട്ടോ. എരിവിനായിട്ട് ഇനി പച്ചമുളക് ചേർക്കാൻ പോകുന്നുണ്ട്. അത് തേങ്ങയുടെ കൂടെ ഒന്ന് ചതച്ചിട്ട് ചേർക്കാം. നല്ലൊരു എരിവ്. പച്ചമുളക് തനിയും വേണമെങ്കിൽ ക്രഷ് ചെയ്ത് ചേർക്കാം, പിന്നെ തേങ്ങ ചേർക്കാം. ഞാൻ പച്ചമുളകും തേങ്ങയും കൂടെ നന്നായി ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ചേർക്കാം. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോവയ്ക്ക നിങ്ങൾക്ക് വരട്ടിയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ, ഞാനിതിലേക്ക് എൻ്റെ കോവയ്ക്ക ഇടാൻ പോവാണ്. ഈ വെളുത്തുള്ളിയും ഉള്ളിയും നന്നായി ഒന്ന് സോട്ടായി വന്നപ്പോൾ ഞാനിതിലേക്ക് ഈ കോവയ്ക്കയിൽ വളരെ നല്ല കനം കുറഞ്ഞ് മുറിക്കാൻ ശ്രമിക്കുക. എന്താ വെച്ചാൽ അതല്ലെങ്കിൽ വേവാൻ കുറച്ച് പണിയായിരിക്കും. നമ്മളിതിൽ വെള്ളം അധികം ചേർക്കാത്തതുകൊണ്ട് നല്ലോണം കനം കുറച്ച് നീളത്തിൽ മുറിച്ചാൽ നല്ല ടേസ്റ്റായിട്ട് നമുക്കത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാനിതിൽ ഉപ്പിട്ടിട്ട് ഇതിനെ ഒന്ന് അരച്ച് വെക്കാൻ പോകണം കേട്ടോ. ഉപ്പ് ആഡ് ചെയ്യണ പാകത്തിന് ഇതിനെ ഞാനൊന്ന് അരച്ച് വെക്കാൻ പോകണേ. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല. അരച്ച് വെച്ച് ഉപ്പുണ്ടിയും ഉള്ളിയും എല്ലാം ചെയ്യുമ്പോൾ വെള്ളം വരും. അപ്പം ഞാനതിനെ ഒന്ന് അരച്ച് വെച്ചിട്ടൊന്ന് വേവിക്കട്ടെ, വെന്ത് വരട്ടെ. അത്
ഓക്കെ. അതിൻ്റെ ഇടയിൽ ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ മറന്നു. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഒന്നും കൂടി അടച്ച് വെക്കട്ടെ. അപ്പോൾ ഈ കോവയ്ക്ക വെന്ത് വരുന്ന നേരം കൊണ്ട് ഞാനിതിലേക്കൊരു 3 ടീസ്പൂൺ എന്ന് പറയാം തേങ്ങ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 3-4 പച്ചമുളക്, ഒരു 4 പച്ചമുളക് അതിനെ വെറുതെ ഒന്ന് കീറിയേ ഉള്ളൂ. ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം ഞാൻ. നിങ്ങൾക്ക് പച്ചമുളക് തനിയെ വേണമെങ്കിൽ ഇടാം, തേങ്ങ ഇടാം. ഞാൻ പക്ഷേ ഇത് രണ്ടും കൂടെ ക്രഷ് ചെയ്തിട്ടാണ് ഇടാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഈ പച്ചമുളകും തേങ്ങയും ഒരു 2 ടീസ്പൂൺ തേങ്ങ, പിന്നെ കുറച്ച് പച്ചമുളക് ഒരു 4. ഒരുപാട് തേങ്ങ വേണ്ട, ഒരുപാട് മധുരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട്. ഇപ്പോൾ കോവയ്ക്ക നന്നായി വെന്തു. ഞാനിനി ഇതിലേക്ക് നിങ്ങൾ കുറച്ച് ഘനമായി മുറിച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ കൈ കൊണ്ട് ലേശം വെള്ളം തെളിച്ചിട്ട് അടച്ച് വയ്ക്കാം കേട്ടോ. എൻ്റെ കോവയ്ക്ക എന്തായാലും ഇങ്ങനെ നന്നായി വെന്തു. ഞാനിപ്പോൾ ഇതിലേക്ക് ഈ പച്ചമുളകും തേങ്ങയും അതരച്ചതൊന്ന് ചേർക്കുകയാണ്. ഇത് കുറച്ച് ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് തേങ്ങ ആഡ് ചെയ്യേണ്ട. ഇപ്പം എൻ്റെ കോവക്കായ റെഡിയായി. ഇനി എന്താ പറയുക, ഫൈനൽ എന്താണ്, ഞാൻ അണ്ടിപ്പരിപ്പ് വറുത്തത് കണ്ടല്ലോ, ഇതുകൂടി അതിലിടുക. നല്ല ടേസ്റ്റാണ് ഈ അണ്ടിപ്പരിപ്പ് അതിൻ്റെ കൂടെ കടിക്കുമ്പോൾ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇടാം. ഞാനൊരു 10-12 ഇട്ടിട്ടുള്ളൂ. ഞാൻ അന്തം വിട്ടുപോയി അവിടെ പോയിട്ട് ഞാൻ കഴിക്കുമ്പോൾ. എന്ത് ടേസ്റ്റായിരുന്നു അറിയോ ഇത് നീ വേണമെങ്കിൽ 1-2 ആക്കാം. പക്ഷെ അവരിങ്ങനെ മുഴുവനാക്കിയിട്ട് ഇട്ട് കണ്ടത്. അതിൻ്റെ കൂടെ ഇതും ഉണ്ടാവും. കൂടെ തന്നെ ഇത് ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലിയില, ഇതും നല്ല മണം കൊട്ടും. മല്ലിയില അണ്ടിപ്പരിപ്പ് ഇസ് എ മസ്റ്റ്. അപ്പോൾ എൻ്റെ കോവയ്ക്ക നിങ്ങൾ കണ്ടുവല്ലോ. ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കണം. ദിസ് ഇസ് കർണാടക സ്പെഷ്യൽ ദൊണ്ടക്കായ് എന്നവർ കർണാടകത്തിൽ പറയാം കേട്ടോ. തൊണ്ടക്കായ്, HON, തൊണ്ടക്കായ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ അന്നത്തെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കോവയ്ക്ക വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. ഇതെല്ലാവരുടെ വീട്ടിലും വള്ളിയിലും അതിലെന്തൊക്കെ വളരെ ചീപ്പായി കിട്ടുന്നതുകൊണ്ട് ആർക്കും വലിയ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പക്ഷെ വളരെ നല്ല ആരോഗ്യദായിനിയാണ്. അപ്പം ഞാനിനി ഇതിനെ എൻ്റെ സർവിങ് ഡിഷിലേക്ക് ആക്കട്ടെ കേട്ടോ. ഇപ്പോൾ നോക്കിക്കോളൂ, എൻ്റെ അടിപൊളി ടേസ്റ്റി കോവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയായി. ഇതിനെ പറയുന്നതാണ് തൊണ്ടക്കായ. ഈ അണ്ടിപ്പരിപ്പ് അതിലിടുമ്പോൾ ഇങ്ങനെ കടിക്കുന്നതുകൊണ്ടാണ് നല്ലൊരു ടേസ്റ്റുണ്ട്. പിന്നെ ഈ മറ്റ് ചേരുവകളെല്ലാം അതിന് നല്ലൊരു ടേസ്റ്റ്, വെളുത്തുള്ളി, ഉള്ളി. സോ ഫ്രണ്ട്സ്, പ്ലീസ് വാച്ച് മൈ വീഡിയോ ആൻഡ് ഷെയർ ഇറ്റ്. ഓൾസോ ട്രൈ ടു ജസ്റ്റ് ഇഫ് യു ലൈക്ക് ഇറ്റ്, ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൊടുക്കുക. See you in the next video. It's bye from Sudha Menon from Sudha's World.